കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കാനായിട്ട് തീവ്രമായിട്ട് നമുക്ക് ഈ സമയത്ത് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളുടെ പീഡയിൽ നിന്നും പരിപൂർണമായിട്ടും മോചിപ്പിക്കണമേ. കർത്താവേ, കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കർത്താവേ, കൃപയുടെ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ, അവരെ മുഴുവൻ അങ്ങ് സ്പർശിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വളരെയധികം നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു വചനമാണ് അച്ഛൻ എടുത്തിരിക്കുന്നത്. നമുക്കത് ആത്മാർത്ഥമായിട്ട് ധ്യാനിച്ച് കർത്താവിൻ്റെ ആത്മാവിൽ നിറയാനായിട്ട് നമുക്ക് തയ്യാറാകാം. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവൻ ഒന്നാമത്തെയും 2ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവൻ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദോസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു നോക്കി. പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്നകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്ക് നിൽക്കുന്നു എന്നറിയിച്ചു. നിനക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽദൂതനായിരിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതകു തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നിശബ്ദനായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് അവൻ വിശദീകരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിടുതലിൻ്റെ വലിയൊരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുക, പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഡെലിവറൻസ്, വിടുതൽ, ബന്ധനമഴിക്കുക. ശരിക്കും ഈ ബന്ധനമഴിക്കുന്നത് ദൈവദൂതന്മാർ ചെയ്ത പ്രവൃത്തിയാണ്. ദൈവദൂതന്മാരാണ് കെട്ടഴിച്ചു വിടുന്നത്. ആ ഒരു വലിയൊരു പ്രവർത്തനമുണ്ട്. ശരിക്കും അത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനൊരു വലിയൊരു സാക്ഷ്യം ഇപ്പോൾ വായിക്കുകയാണ്, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി. എൻ്റെ പേര് ജോസഫ്. എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ശക്തി വെളിപ്പെടുത്താൻ ഇടയായ വലിയൊരു സൗഖ്യം ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് 15 വർഷം മുമ്പ് പെട്ടെന്ന് ആരംഭിച്ച നടുവിന് വേദന ക്രമേണ വർദ്ധിച്ചു വരികയും അസഹനീയമായ വിധം കൂടുകയും ചെയ്തു. ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാത്ത വിധം അതികഠിനമായ വേദനയാണ് ഞാൻ അനുഭവിച്ചിരുന്നത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം MRI സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോൾ എൻ്റെ നട്ടലിൻ്റെ അവസാനത്തെ ഡിസ്ക് പൊട്ടിയിരിക്കുന്നതായും അതിൻ്റെ ഒരു ഭാഗം ഞരമ്പുകളെ ഞെരുക്കുന്നതായും അതാണ് വേദനയുണ്ടാകാൻ കാരണമെന്നും മനസ്സിലായി. ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും അത് നീക്കം ചെയ്യുകയും വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ ഈ ശസ്ത്രക്രിയ അപകടകരമാണെന്നും പാർശ്വഫലമായി എന്തും സംഭവിക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചപ്പോൾ ഭയപ്പെട്ടുപോയി ഞാൻ ശസ്ത്രക്രിയയ്ക്ക് സമ്മതിക്കാതെ തിരികെ പോന്നു. പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു ഞാൻ. അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ വേദനയ്ക്ക് ആശ്വാസം ലഭിച്ചതിനെ തുടർന്ന് പിന്നീട് ചികിത്സയുടെ കാര്യങ്ങൾ ചിന്തിച്ചില്ല. നാളുകൾക്ക് ശേഷം വീണ്ടും
വേദന ആരംഭിക്കുകയും അസഹനീയമായതും കഠിനമാകുകയും ചെയ്തു. എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ 2018 മെയ് മാസത്തിൽ അച്ഛൻ നേതൃത്വം നൽകിയ അനന്തപുരി കൺവെൻഷൻ്റെ സമയത്ത് ഉണ്ടെന്ന് ഞാൻ അറിയാനിടയായി. എൻ്റെ നടുവിൻ്റെ വേദന കഠിനമായതിനാൽ എനിക്ക് കൺവെൻഷൻ നേരിട്ട് സംബന്ധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ എൻ്റെ ഭാര്യ കൺവെൻഷന് പങ്കെടുക്കാൻ പോകുമ്പോൾ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി ലൈവായി ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കൺവെൻഷൻ്റെ സമാപന ദിവസം എൻ്റെ ഭാര്യയും മാതാപിതാക്കളും കൺവെൻഷനിൽ സംബന്ധിക്കാൻ പോവുകയും എൻ്റെ സൗഖ്യത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ഞാൻ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശക്തി എന്നിലേക്ക് വന്നിറങ്ങുകയും ഞാൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തു. ആ സമയം തന്നെ എൻ്റെ നട്ടെല്ലിൽ നിന്ന് ഭാരമുള്ള എന്തോ ഒന്ന് ഉരുണ്ടു മാറുകയും ഇടതുകാലിലൂടെ താഴേക്ക് പതിക്കുകയും ചെയ്യുന്ന ശക്തമായൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ തന്നെ കൺവെൻഷൻ്റെ ആൾത്താരിൽ നിന്നുകൊണ്ട് അച്ഛൻ നട്ടെല്ലിന് രോഗമുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് സന്ദേശമായി വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ആ വെളിപ്പെടുത്തൽ എന്നെക്കുറിച്ചാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. സന്തോഷത്താൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നെ സുഖപ്പെടുത്തിയ സമയമായിരുന്നു അത്. അല്പം മുമ്പ് വരെ കഠിന വേദന പോലും ചലിക്കാൻ പോലും സാധിക്കാതെ ദുരിതം അനുഭവിച്ചിരുന്ന എനിക്ക് പിന്നീട് ഇതുവരെ എൻ്റെ നട്ടെല്ലിന് യാതൊരു വേദനയും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത്ഭുതകരമായ സൗഖ്യം സംഭവിച്ചിരിക്കുന്നതായിട്ട് അവർ പറഞ്ഞു. ഞാൻ ദൈവത്തിന് മഹത്വം നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ബന്ധനമഴിഞ്ഞതാണ്. ആരെല്ലാം വിശ്വാസത്തോടെ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽപ്പുണ്ടോ അവർക്കെല്ലാം സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, ബന്ധനം. ഇത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണിത്, അരൂപിയുടെ പ്രവർത്തനമാണ് ഇവിടെ. അതുപോലെ തന്നെ ദൈവദൂതന്മാർ പ്രവർത്തിക്കും. മുമ്പ് നമ്മൾ വായിച്ചു തുടങ്ങിയ വചനത്തിലേക്ക് വരികയാണ്. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ദൈവദൂതനാണ്, ദൈവദൂതൻ്റെ പ്രവർത്തനമാണ്. ദൈവദൂതന്മാർ മിഖായേൽ ദൂതൻ നമ്മൾ ചങ്ങല അഴിച്ച് നമ്മൾ പുറത്ത് കൊണ്ടുവരുന്ന സംഭവമുണ്ട്. ഇത് പത്രോസിന് രണ്ടിടത്ത് പത്രോസിന് ഈ അനുഭവം ഉണ്ടാകുന്നു. ഒന്ന് ഈ ഒരു സംഭവം അതിനു മുമ്പ് അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കയ വിഭാഗവും അസൂയ നിറഞ്ഞ അപ്പോസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹ വാതിലുകൾ തുറന്നവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ നിന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കും. ദൈവദൂതന്മാരിറങ്ങി പ്രവർത്തിക്കുവേ. എന്തുകൊണ്ടാണ് ഇവിടെ ദൈവദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുക? കാരണം ഇവരേറ്റു പറയുന്നത് ഈശോയെക്കുറിച്ച് മാത്രം. അവരെ പ്രസംഗിക്കുന്നത് ഈശോ ജീവിക്കുന്നെന്ന് മാത്രം. അതായത് 5-ാം അധ്യായത്തിൽ അത്ഭുതം നടക്കുമ്പോൾ തൊട്ട് മുമ്പ് 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ വചനം വായിക്കാതെ നിനക്കത് മനസ്സിലാകുന്നത്. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്തില അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗം ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നത് എങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതായത് യേശോയാണ് ഏറ്റുപറയുന്നത്.
അതുകൊണ്ടാണ് ദൈവദൂതന്മാർ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പൂട്ടിയിടുമ്പോൾ ദൈവദൂതന്മാർ വന്നിട്ട് പൂട്ടഴിച്ചവരെ പുറത്തു കൊണ്ടുവരുന്നത്. യേശുവിനെ ഏറ്റുപറഞ്ഞാൽ മതി, നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലുള്ള ചങ്ങലകളെ ദൈവദൂതന്മാർ വന്ന് അഴിച്ച് പുറത്തു കൊണ്ടുവരും. പത്രോസിന് വേറെ ഒന്നുമില്ല. പത്രോസിന് ഒന്നേ ഉള്ളൂ, ഈശോ മാത്രം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 3 വട്ടം ഏറ്റു പറയുന്ന പത്രോസ് തൻ്റെ ജീവിതത്തിലുടനീളം ഈശോയെ മാത്രം ഏറ്റു പറയുന്നു. സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, വേറൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ദൈവദൂതന്മാരിറങ്ങി വന്നിട്ട് പത്രോസിന് കാവൽ നിൽക്കുന്നു. പത്രോസിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ, ജയിലിലിട്ട് പൂട്ടിയാൽ അവിടെ കയറി ചെന്നിട്ട് അഴിച്ചു വിടുന്നു. ഇന്ന് നമുക്കൊക്കെ ബന്ധനത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. അതിന് കാരണമുള്ളൂ, ഒറ്റ കാരണമുള്ളേ, നമ്മളിന്ന് പ്രഘോഷിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ഇതൊന്നും അല്ലല്ലോ. ഭൗതിക മേഖല, പണമാണ് ദൈവമെന്ന് പറയുന്നു ഒത്തിരിയേറെ. അതിനുവേണ്ടി ജീവിക്കുന്നു. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കത്തിട്ടില്ല. ഈശോ ദൈവപുത്രൻ ഏറ്റു പറയുന്നില്ല, ആ കർത്താവാണെന്ന് ഏറ്റു പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ചു എന്ന് ഏറ്റു പറയാൻ നിനക്ക് നാണക്കേടാ. നീ പള്ളി പോകുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിലും ക്രിസ്ത്യാനിയാണെന്ന് പൊതുജനത്തിൻ്റെ മുമ്പിൽ പറയാൻ നിനക്കാവില്ല. നിനക്ക് ആത്മാർത്ഥതയില്ല. നിനക്ക് വചനമൊക്കെ ഒന്നും പാലിക്കാറില്ല. നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നു, എൻ്റെ സുഖം, അല്ലാതൊരു ബന്ധമൊന്നുമില്ല. പത്രോസിനുള്ള പോലത്തെ ഈശോയോടുള്ള നിന്റെ ഹൃദയബന്ധമുണ്ടോ നീ തന്നെ പരിശോധിച്ച് നോക്ക്. ഈശോയ്ക്ക് നീ വിശുദ്ധി പാലിക്കുന്നുണ്ടോ നോക്ക്. എങ്കില് നിന്നെ പൂട്ടിയാലും ആർക്കും നിന്നെ പൂട്ടാൻ പറ്റത്തില്ല. സുവിശേഷ വേല ഞാൻ കാണാറുണ്ട്, സുവിശേഷ വചനത്തിൻ്റെ വഴിയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഒരുപാട് സഹനങ്ങളുടെ വഴിയിലൂടെ ഞാൻ പോയിട്ടുണ്ട്, ഒരുപോലെ പീഡകളിലൂടെ. പക്ഷേ ഇന്ന് വരെ കെട്ടപ്പെട്ടിട്ടില്ല. ഏത് കെട്ടിയാലും എൻ്റെ ദൈവമായ കർത്താവിനെ എത്രയും വേഗത്തിൽ അഴിച്ച് പുറത്തു കൊണ്ടുവന്ന് കർത്താവിൻ്റെ വചനം, ഈശോ ദൈവമാണെന്നും കർത്താവാണെന്നും അവൻ്റെ നാമത്തിലുള്ള രക്ഷ ലോകത്തോട് പ്രസംഗിക്കാൻ കർത്താവിനെ അനുവദിക്കുന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ലോകത്തിനോ മറ്റ് പ്രശ്നങ്ങൾക്കോ ഒന്നിനും നമ്മളെ പൂട്ടിയിടാൻ പറ്റില്ല. കാരണം നീ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനാ. നിന്റെ ജീവിതം മുഴുവൻ യേശു ഏറ്റുപറയണം. നീ യേശുവിനെ മാത്രം ഏറ്റുപറയുക. നീ വിശുദ്ധിയിൽ ജീവിക്ക്, ദൈവവചനം നീ പഠിക്ക്, ദൈവവചനം ധ്യാനിക്ക്, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നീ അപ്പോൾ കാണാം ദൈവദൂതന്മാർ നിന്റെ പൂട്ടുകൾ അഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. അല്ലാതെ നാട് നീളെ ഉള്ള മന്ത്രവാദിയുടെയും കൂടോത്രവാദിയുടെയും അവിഹിത ബന്ധങ്ങൾ കഴിയുന്നവൻ്റെ അടുത്ത് പോയിട്ട് കെട്ടഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ അത് പോകുന്നതനുസരിച്ച് അവൻ്റെ കെട്ടുകൾ കൂടുകയാണ്, ബന്ധനം കൂടുകയാണ്, ജയിൽവാസം കൂടുകയാണ് അവന്. കാരണം അവന് ദൈവവിശ്വമല്ലല്ലോ, പണം, പേര്, പെരുമ, പ്രശസ്തിയുടെ ദൈവം, അതാണ് ദൈവങ്ങളായി കഴിയുമ്പോൾ നിനക്ക് ഈ അനുഗ്രഹം, സഹായ സംരക്ഷണം കിട്ടില്ല മകനെ. അതുകൊണ്ട് നമുക്ക് മനസ്സാന്തരപ്പെടാം. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ മാറ്റത്തിൻ്റെ ഉണ്ടാകട്ടെ. മറ്റൊന്നില്ല, നീ ഈശോ ഏറ്റുപറ. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് സന്ധിക്കുന്ന നിന്റെ കുടുംബത്തെ പ്രാർത്ഥനയുണ്ടോ? നീ വിശുദ്ധ ജീവിതമുണ്ടോ? മദ്യപാനവും വ്യഭിചാരവും മ്ലേച്ഛ ജീവിതവും അഹന്തയും നിറയുമ്പോൾ ഏത് ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്? ഏത് ദൈവം? പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ് നമ്മളൊക്കെ. എപ്പോഴും പ്രാർത്ഥനക്കാരായി മാറിക്കഴിഞ്ഞു. പക്ഷേ പ്രാർത്ഥനക്കാരല്ല വേണ്ടത്, ഒരു ബന്ധമുണ്ട്, ഒരു ജീവിതമുണ്ട്. ഏറ്റുപറയണം, ഈശോയാണ് ദൈവമെന്ന് ഏറ്റുപറയണേ. അതായത് റോമാലേഖനം 10:9, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. അപ്പോൾ നീ രക്ഷപ്പെടുമ്പോൾ, അപ്പോൾ ദൈവദൂതന്മാർ വന്നിട്ട് നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏതെല്ലാം ചങ്ങലകളാൽ നിന്നെ പൂട്ടിയിട്ടാലും ആ പൂട്ടൊക്കെ അടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവേ. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ കണ്ടുമുട്ടിയത്. പരസ്യവിചാരണയ്ക്കും പത്രോസ്ലീഹയെ പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേരോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. ദൈവത്തിൻ്റെ ദാസനാണ് അവനെ. കർത്താവിൻ്റെതാണ്, അപ്പസ്തോലനാണ്. ഈശോ മാത്രമേ ഉള്ളൂ പത്രോസ്, വേറെ ആരുമില്ല. പത്രോസ് ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി വള്ളം, വല, വഞ്ചി എല്ലാം ഉപേക്ഷിച്ച്, കുടുംബം എല്ലാം ഉപേക്ഷിച്ച്, പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച്, മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പിന്നാലെ പോയേ. അവൻ ഈശോ മാത്രമേ ഉള്ളൂ. ഈശോ മാത്രമേ നിനക്കുള്ളൂ എങ്കിൽ ഈശോയും
ചിലപ്പോൾ നിനക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ദൈവമേ. നീ ആരുടേതാണെന്ന് നീ സ്വയം ചിന്തിക്കുന്നത്. പലർക്കും ദൈവാനുഭവം ഉണ്ടാകുന്നില്ലെന്ന് കരയുമ്പോൾ കാരണം ഇതാണ് മക്കളെ, വേറൊന്നുമല്ല. നീ ഈശോയുടേതായിട്ട് മാറണേ. ഫിലിപ്പിയ ലേഖനം 3:12 പറഞ്ഞത്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈശോയുടെ സ്വന്തമാണെന്ന പൗലോസ്ലീഹ പറയുന്നത്. ഞാൻ യേശുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ തന്നെ അതറിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ആഗ്രഹിക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ ദൈവങ്ങളൊക്കെ മാറി. ഇന്ന് പണമൊക്കെയാണ്. അതായത് കൊളോസ്യർ 3:5 പറയുന്നില്ലേ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യ ആസക്തി. 1 തിമോത്തി 6:10 ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. പണത്തിന് വേണ്ടി ജീവിക്കുക. പണം അത് മാത്രമുള്ള പേര് പെരുവ. അപ്പോൾ അവന് ക്രിസ്തുവിനോട് അതുകൊണ്ട് അവൻ്റെ ചങ്ങല കൂടുക, കെട്ടുപോ, എല്ലാ കെട്ടും കടബാധ്യത, കുടുംബ പ്രശ്നം, തകർച്ച, രോഗം, ദുരിതം, പൂട്ടികൾ. അവൻ നീങ്ങാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, അടിക്കാൻ ആരും വരുന്നുമില്ല. എത്ര വിളിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അഴിയുന്നില്ല. കാരണം നീ അഴിയുന്ന എന്തിനാ നീ അഴിയപ്പെടും? നീ ആഗ്രഹിക്കുന്നത് നീ അടുത്ത ഭാവത്തിലേക്ക് പോകാനാ, അടുത്ത സുഖത്തിന് വേണ്ടി, അടുത്ത നേട്ടത്തിന് ഓർഡർ അടിക്കും, അതിനു വേണ്ടിയുള്ള അഴിക്കും. അച്ഛാ എന്നെ ഒന്ന് അഴിച്ചുവിട്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് അഴിക്കപ്പെടുന്നത്? അടുത്ത പാപത്തിൻ്റെ അടുത്ത ബന്ധങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ലേ. ഞാൻ കഴിഞ്ഞ ആൾ ഓർമ്മിക്കുക, ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കൂടിയിട്ട് അവന് ധ്യാനം വലിയ മാനസാന്തരപ്പെട്ട് പോയ കുറിച്ചാണ് അവൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവൻ്റെ അതേ ഭാഗത്ത് വീണ്ടും അവൻ പോയി പെട്ടെന്ന് പറയും. അപ്പോൾ വരികയാണ് അവൻ്റെ പോലെ ഭയങ്കര തകർച്ച, അവരുടെ കുടുംബം മുഴുവൻ തകർന്ന്. എൻ്റെ കാണിച്ചത് അവനഴിഞ്ഞത് വേറെ വഴിക്ക് പോകാൻ വേണ്ടിയാണ്. ചില ബന്ധങ്ങൾ അഴിക്കുന്നത് അടുത്ത ബന്ധങ്ങൾക്ക് പോകാൻ, ചില കൂട്ടുകെട്ട് അടുത്തതിന് പോകാൻ വേണ്ടി. അവിടെയൊന്നും അഴിയില്ല മക്കളെ, അവിടെയൊന്നും അഴിയില്ല. അഴിയണമെങ്കിൽ നിന്റെ ഉദ്ദേശശുദ്ധി വേണം. പ്രാർത്ഥിക്കുന്നവന് ഉദ്ദേശശുദ്ധി വേണം. ഉദ്ദേശശുദ്ധിച്ചാൽ യേശുവിനെ ഏറ്റുപറയാനുള്ള മനസ്സ്, യേശുവാണ് ദൈവമെന്ന് കർത്താവെന്ന് ഏറ്റുപറയാനുള്ള ഉദ്ദേശശുദ്ധി ഉണ്ടോ നിനക്ക്? എങ്കിൽ നീ കടന്നുറങ്ങിയാൽ മതി. അവിടെ ദൈവദൂതന്മാർ വന്നിട്ട്, നീ ഉറങ്ങിക്കിടന്നാൽ പോലും വന്നിട്ട് നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരുവേ. അതാണ് പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേരാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. മൊത്തം കാവൽക്കാരാ, പൈശാചികളാ. പറയുകയാണേ, പെട്ടെന്ന് കർത്താവിന് ദൂതൻ പ്രത്യക്ഷനായി. അടുത്ത വചനം പറയാണ്, ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അതായത് ഇരുട്ടിൽ കിടക്കുന്ന പത്രോസിന് ദൈവദൂതൻ വന്നിട്ട് പ്രകാശം കാണിച്ചു കൊടുക്കുകയാണ്. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ തനിയെ താഴെ വീണേ. ദൈവദൂതൻ അവനെ ആർക്കും പൂട്ടാൻ പറ്റും. ഈശോയിൽ അഭിഷേകം കിട്ടി. അവന് ജോലി പൂർത്തിയാകാതെ അവനെ കുരിശിൽ തറച്ചു കൊല്ലാനാവില്ല. റോമിൽ പത്രോസിനെ കുരിശിൽ തലകീഴായിട്ട് കിടത്തി 3 അവനെ കുരിശിൽ തറച്ചു കൊല്ലുന്ന സംഭവമുണ്ട്. ആ തറയ്ക്കപ്പെടണമെങ്കിൽ മുഴുവൻ അവന് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അവൻ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുള്ളേ. അതുവരെ ആർക്കും അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ പൂർണ്ണമായും കർത്താവിൻ്റെതാ. അവൻ്റെ മേലെ വേറെ ആർക്കും അധികാരമില്ല. ഒരു രാജ്യത്തിനുമില്ല, ഒരു പടയാളിക്കുമില്ല, ഒരു പിശാചിനും അവനെ തൊടാൻ പറ്റില്ല. അവനെ ബന്ധിക്കാനാവില്ല, അവനെ പൂട്ടിയിടാനാവില്ല. കാരണം അവനെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അവൻ ഈശോയുടേതാണ്. അവൻ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. പള്ളിയിൽ പോകുന്നവനും പ്രാർത്ഥിക്കുന്നവനും ധ്യാനം കൂടുന്നവനും കൺവെൻഷൻ കൂടുന്നവനും അവന് വേറെ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ പദ്ധതികളോ ഒന്നുമില്ല. ഒറ്റ ആഗ്രഹമുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പത്രോസേ. അപ്പോൾ ഈശോ തെരഞ്ഞെടുത്തവനെ. അതുകൊണ്ട് ദൈവദൂതൻ അവിടെ വന്നു അവനെ പുറത്തേക്ക് കൊണ്ടുവരണേ. കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവരിക. 1-ാം വാതിൽ 2-ാം വാതിൽ കൊണ്ടുവന്ന് അവന് പറഞ്ഞിട്ടുണ്ട്, എഴുന്നേറ്റ് വസ്ത്രമൊക്കെ ഇട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോ, പോരെ. പത്രോസ് ഓർത്തു സ്വപ്നം കാണുക. പത്രോസ് സ്വപ്ന ദർശനാണ്, സ്വപ്നം ഓർത്തത്. ഇങ്ങനെ വല്ലതും ഉണ്ടാവുമോ? കണ്ണു തുറക്കും പാണ്ടേ വെളിയിലിറങ്ങി.
പറഞ്ഞു, കർത്താവ് രാത്രിയിൽ വന്ന് ദൂതനെ വിട്ടെന്നെ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. എന്താ ഇതൊക്കെ നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, നിൻ്റെ ഹൃദയത്തിലേക്ക് നീ ആത്മാർത്ഥമായിട്ട് നോക്ക്. ചോദിക്കും, നീ ശരിക്കും നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും നീ എൻ്റെ ഹൃദയത്തിൽ യേശുവിക്ക് സ്ഥാനമുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ എവിടെ നിൽക്കുന്നു നിൻ്റെ ജീവിതത്തിൽ? ഞാൻ കണ്ടുകൊണ്ട് ബൈബിളിൽ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ, ഈ ബന്ധനം അഴിക്കുന്നത് ദൈവദൂതന്മാരാ, കെട്ടഴിക്കുക ദൈവദൂതന്മാരാ. അവർ പെട്ടെന്നഴിച്ച് പുറത്തു കൊണ്ടുവരേ. പക്ഷെ അത് ആരെയാണ് അഴിക്കുന്നത് നോക്കണേ. ആരെ അഴിക്കുക? തമ്പുരാൻ തിരഞ്ഞെടുത്ത മക്കളെ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന മക്കളെ, ഈശോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആത്മാക്കളെ പുറത്തു കൊണ്ടുവരുവാണേ. ആ കെട്ടഴിയട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിൽ, ഈ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഏറ്റു പറയണം എപ്പോഴും, ഈശോയെ, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ രക്ഷകൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസ് പറഞ്ഞ പോലെ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് വെറും ഒരു പാഴ്വാക്കല്ലത്, ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ആഴത്തിൽ നിന്ന് വരുന്നൊരു വാക്കാണ്. കർത്താവെ, ഞാൻ സ്നേഹിക്കുന്നു. അത് തന്നെയാ തോമാശ്ലീഹ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തൊട്ട് പറയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തൊട്ടു കാണുക, അനുഭവിക്കുക. കർത്താവിൻ്റെ ആത്മാവ് ശരിക്തമായിട്ട് പ്രവർത്തിക്കുക. എല്ലാം കിട്ടുവഴിയാണ്. അവൻ യേശു തൊടുക, യേശു അനുഭവിക്കുക. അതോടെ അവന് തീപ്പന്തോറ്റം മാറി. പിന്നെ തോമാശ്ലീഹ ഭാരത മണ്ണിൽ വന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ യാത്രയിൽ ദൈവം അവൻ്റെ കൂടെയുണ്ട്. ദൈവം അനുവദിക്കുന്ന സമയത്തെ അവൻ്റെ മരണമുണ്ടാകുള്ളൂ. ദൈവം അവൻ്റെ ജോലി മുഴുവൻ പൂർത്തിയാക്കിയിട്ട്. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതി അതാ. അതിനു മുമ്പ് ആരേതെല്ലാം കെണികൾ വെച്ചാലും അതവനെ ബാധിക്കില്ല. കാരണം അവൻ കർത്താവിൻ്റെതാ, കർത്താവിൻ്റെത് മാത്രം. ആ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. മലകമാരുടെ വിശുദ്ധരോട് ചെന്ന് ശ്രദ്ധിക്കണം. കർത്താവേ, ഏറ്റെടുക്കണം. ഈ സമയത്ത് നമ്മെ തന്നെ കർത്താവിന് കൊടുക്കാം. എല്ലാ സഹനങ്ങളും കൊടുക്കാം, എല്ലാ മുറിവുകളും കൊടുക്കാം. കൽപ്പിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലും, ഓരോ കുടുംബത്തിലുമുള്ള എല്ലാ പൈശാചിക പീഡകളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ബഹിഷ്കരിക്കുക. എല്ലാം മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. കർത്താവ് ഈ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളും കയറി ചെല്ലണമേ. ഓരോ മകൻ്റെയും മകളുടെ അടുക്കൽ ചെല്ലണമേ. രോഗികളുടെ അടുക്കിലേക്ക് ചെല്ലണമേ. ഈശോയെ, അവരെ തൊടണേ. ഈശോയെ തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാ മുറിവുകളും എടുത്ത് നമുക്ക് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന സമയത്ത് സർവശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ, കൃപയോടെ കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.